ഹായ് എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗാർലിക് റൈസ് ആണ് കേട്ടോ. ഇത് എൻ്റെ ഓൺ റെസിപ്പിയാണ്. ഒരുപാട് ഗാർലിക് റൈസിൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാനിവിടെ അരി അളന്ന് മാറ്റുന്നുണ്ട്. 3 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും ഗ്ലാസ് അരി അളന്നെടുത്തതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കണം. ഒരു 3-4 വട്ടമെങ്കിലും കഴുകി വൃത്തിയാക്കണം. നല്ലപോലെ തിരുമ്മി കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിരാൻ വെക്കണം. ഇനി ഏതിലാണോ നമ്മൾ റൈസ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് സ്പൈസസ് ഇതുപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കണം. ഒരുപാട് പൊടിയാവണ്ട, ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന രൂപത്തിൽ വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് പട്ടയിലയാണ്. അതൊന്ന് ജസ്റ്റ് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം എന്ന റേഷ്യോയിലാണ് ഞാനിവിടെ വെള്ളം എടുക്കുന്നത്. നിങ്ങളിപ്പോൾ 5 ഗ്ലാസ് റൈസ് ആണെന്നുണ്ടെങ്കിൽ 10 ഗ്ലാസ് വെള്ളം എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അരിയും വെള്ളവും കൃത്യമായി അളന്ന് വേണം ആഡ് ചെയ്യാൻ. ഇനി നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിരിക്കുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ട് അടച്ച് വെച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ കറക്റ്റ് അളവിന് തന്നെ വെള്ളം ഒഴിച്ചിരിക്കുന്നത് കൊണ്ട് ആ വെള്ളം വറ്റുന്ന വരെ മാത്രം റൈസ് കുക്ക് ചെയ്താൽ മതിയാവും. ഇതേപോലെ കറക്റ്റ് പാകത്തിന് നമുക്ക് റൈസ് കിട്ടും. ഇനി നമുക്കിതിന് വേണ്ട മസാല പ്രിപ്പയർ ചെയ്യാം. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു സവാള പൊടിയായി അരിഞ്ഞത്, 2 പച്ചമുളക്, ഒരു ക്യാരറ്റ് പൊടിയായി അരിഞ്ഞത്, ബീൻസ് അത് നമ്മളുടെ ആവശ്യാനുസരണം എടുക്കാം, പിന്നെ വെളുത്തുള്ളി, മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് വെളുത്തുള്ളി, പിന്നെ കുറച്ച് മല്ലിയിലയും. വെളുത്തുള്ളി എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിന് വേണ്ട മസാലകൾ: 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ജീരകം, പട്ടയിലയും. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയിൽ നിന്ന് ഒരു പിടി വെളുത്തുള്ളി നമുക്ക് ചതച്ചെടുക്കണം. വെളുത്തുള്ളിയിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് ചതച്ചെടുക്കണം. ഇത് നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് നമ്മൾ കുറച്ചെടുത്ത് ചെയ്യുന്നത്. ഇനി നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിയൊരു പാത്രം എടുക്കണം. റൈസും കൂടി മിക്സ് ചെയ്യേണ്ടതുകൊണ്ട് വലിയ പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഫസ്റ്റ് ആഡ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ആഡ് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചെറിയ ജീരകം. ജീരകവും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. 2 സെക്കൻഡ് വഴറ്റിയതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കാഷ്നട്ട്. കാഷ്നട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കണം. അത്യാവശ്യം വെളുത്തുള്ളിയൊക്കെ നല്ല മുരിയുന്ന രീതിയിലോട്ട് കൊണ്ടുവരണം. ഇവിടെ ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും കാഷ്നട്ടും ജീരകമൊക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകും സവാളയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം മാത്രം അത് വഴറ്റിയെടുത്താൽ മതിയാവും. ഓവറായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇവയെല്ലാം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും കൂടെ തന്നെ ക്യാരറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതെൻ്റെ ഓൺ റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വെജിറ്റബിൾസ് ആഡ് ചെയ്താൽ മതി. വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നത് അത്രയും നല്ലതായിരിക്കും. ഇവയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മസാലകളും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി
ഇവ ഇത്രയും കൂടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. വെജിറ്റബിൾസിലൊക്കെ പിടിക്കുന്ന അളവിലേക്ക് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് റൈസാണ്. റൈസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ റൈസ് ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ മസാലയൊക്കെ കരിഞ്ഞു പോവും. റൈസ് ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുത്തി ഇളക്കി മിക്സ് ചെയ്യരുത്. റൈസ് പൊടിയാത്ത രീതിയിൽ വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ പതിയെ മാത്രമേ മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ ഇപ്പോൾ നമ്മുടെ റൈസൊക്കെ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു സ്മെല്ലിനും നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്യുന്നത്. നമ്മുടെ ഗാർലിക് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, എന്നാൽ സൂപ്പർ ടേസ്റ്റാണ്. വെളുത്തുള്ളിയുടെ കുത്തൽ സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിനായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ട്രൈ ചെയ്ത് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.